ഹലോ, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. നമ്മൾ കുറച്ചായല്ലേ ഒരു വ്ളോഗൊക്കെ ആയിട്ട് കണ്ടിട്ട്. കുഞ്ഞുമണിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഒക്ടോബർ 2-ാം തീയതി. അതിൻ്റെ ചെറിയൊരു വീഡിയോ കേട്ടോ. അതിൻ്റെ തിരക്കുകളൊക്കെ ആയിരുന്നു, അതുകൊണ്ട് കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു. തലേദിവസം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടപ്പും പരിപാടിയൊക്കെയാണ്. കുട്ടീസിനെയൊക്കെ ഒരു വിധത്തിൽ അവിടെ ഇരുത്തി ചോറ് കൊടുക്കുന്നു ചേച്ചി. പിന്നെ അടുക്കളയിലോട്ട് ചെന്നപ്പം അവിടെ നല്ല ആവോലിയാന്ന് തോന്നുന്നു കേട്ടോ ഈ മീൻ. അതൊക്കെ എന്തായാലും മസാല പുരട്ടി സൂപ്പറാക്കി വെച്ചേക്കുന്നു. ഒരെണ്ണം ചേട്ടായുടെ കയ്യിൽ ഫോയിൽ പേപ്പറിൽ ചുരുണ്ടിരിക്കുന്നു, ഒരെണ്ണം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുന്നു. ഇതൊക്കെ എപ്പോൾ സംഭവിച്ചെന്നുള്ളതാണ്. അത് കഴിഞ്ഞ് പുറത്തോട്ട് ചെന്നപ്പോഴത്തേനും ഒരെണ്ണം അടിപൊളിയായിട്ട് വെന്ത് എടുക്കാൻ റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു അതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടി. നമ്മളെപ്പോഴും ഈ മീൻ വാങ്ങിച്ച് നമ്മുടെ ഒരു ഉപ്പും മുളക് മഞ്ഞൾപ്പൊടിയൊക്കെ തേച്ച് അല്ലാതെ ഇങ്ങനെ കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ തന്നെ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി അതൊക്കെ തുറന്ന കേട്ടോ. എന്നെ എല്ലാവരും നിന്ന് കളിയാക്കായിരുന്നു അവിടെ നിന്ന്. നല്ല ചൂടും ഉണ്ടായിരുന്നു. ആദ്യം കുറച്ചെടുത്ത് വായിലോട്ട് വെച്ചപ്പോൾ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. എൻ്റെ ചുറ്റിനില്ലേ എല്ലാവരും നിന്ന് കളിയാക്കായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു സ്പൂൺ പോയി എടുത്തുകൊണ്ട് വന്ന് അതൊക്കെ ഊതി. എന്നിട്ട് എല്ലാവരും എന്നോട് പറയുന്നുണ്ട് എക്സ്പ്രഷൻ ഇട്ടോന്ന്. ഇത് ഞാൻ കൈ നിട്ടതല്ല കേട്ടോ, ശരിക്കും നന്നായിരുന്നു. ആ സമയത്ത് മാത്രമേ എൻ്റെ അത് കിട്ടിയുള്ളൂ. അത് കഴിഞ്ഞ് അതും കൊണ്ട് പോയി. പിന്നെ ഞങ്ങൾക്ക് ഇത്രയും പേർക്കും കൂടെ ഒരു കുഞ്ഞ് പ്ലേറ്റിൽ അതിൻ്റെ ചെറിയൊരു അസ്ഥി കൂടെ മാത്രമേ കിട്ടിയുള്ളൂ. അത് വെച്ച് പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട വന്നു. ഇതൊരു കഷ്ടമല്ലേ, ഒരു സ്നേഹമില്ലാത്തവരായിപ്പോയി. ഇത് മാത്രമല്ല, ബാക്കി രണ്ടെണ്ണം ഞങ്ങൾ തന്നെയാണ് കഴിച്ചത്. അത് കഴിഞ്ഞ് മേളാങ്കമൊക്കെ കഴിഞ്ഞ് ആൾക്കാരൊക്കെ എപ്പോഴാണ് കിടന്നതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ രാവിലെ കുഞ്ഞുമണി എണീറ്റ് അവൾക്ക് അവളുടെ അച്ഛൻ ഗിഫ്റ്റ് ചെയ്തതാ കേട്ടോ ഈ വണ്ടി. തലേദിവസം ഈ വണ്ടി കണ്ടില്ലായിരുന്നു കേട്ടോ. നമ്മൾ കടയിൽ പോയപ്പോൾ എടുത്ത്, അന്നേരം അവൾ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവൾ ഉറങ്ങിക്കഴിഞ്ഞിട്ടാണ് ആ ചേട്ടൻ വീട്ടിൽ കൊണ്ട് തന്നത്. അങ്ങനെ രാവിലെ അവളെ സർപ്രൈസ് ആയിട്ട് കാണിച്ചതായിരുന്നു. അവൾക്ക് ആദ്യം ഉറക്കച്ചടവിൽ നിന്നാന്ന് തോന്നുന്നു, ഒന്നും മനസ്സിലാവുന്നൊക്കെ ഇല്ലായിരുന്നു. പിന്നെ അവിടെ രണ്ടുപേര് ചേച്ചിയും മോളും കിടപ്പുണ്ടായിരുന്നു. അവരുടെ അടുത്തോട്ട് പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അവളെ കയറ്റി ഇരുത്തി കേട്ടോ. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. ഫുള്ള് ആ സ്വിച്ച് ഞെക്കുന്നു, ഈ സ്വിച്ച് നിൽക്കുന്നു, എണീറ്റ് നിൽക്കുന്നു, അത് തുറക്കുന്നു. ആളെന്തായാലും ഭയങ്കര ഹാപ്പിയായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു കുഞ്ഞിന് എന്ത് വാങ്ങിച്ച് കൊടുക്കണമെന്നുള്ളത്. ഏട്ടൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇത് വാങ്ങിക്കണമെന്ന്. എന്തായാലും വാങ്ങിച്ച് അവൾ ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ. ഫുള്ള് പുറകിലത്തെ ലൈറ്റ് നോക്കുന്നു. രസമായിരുന്നു അവളുടെ കാര്യം. അവളുടെ സന്തോഷമല്ലേ ഞങ്ങളുടെ സന്തോഷം. അവൾ ഇത്ര പെട്ടെന്ന്, അവൾക്ക് 1 വയസ്സായെന്നും എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ലായിരുന്നു. പെട്ടെന്നൊരു വയസ്സായ പോലെയായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരി മണിയാക്കി ഞങ്ങൾ രാവിലെ അമ്പലത്തിലോട്ട് പോവാണ്. ഞാനും ഏട്ടനും കുഞ്ഞുമണിയും മാത്രമേ പോയുള്ളൂ. അവളെന്തായാലും രാവിലെ തൊട്ട് കുഴപ്പമൊന്നുമില്ലാതിരിക്കുമായിരുന്നു കേട്ടോ. ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് അമ്പലത്തിലോട്ട് പോയി. ഇവിടെ അടുത്ത് ഉള്ള ഒരു അമ്പലത്തിലാണ് പോയത്. ഗണപതി ക്ഷേത്രമായിരുന്നു. അവിടെ ചെന്ന് അവൾക്ക് അമ്പലത്തിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ പോയി ഇങ്ങനെ മണിയുടെ ശബ്ദവും ആ ലൈറ്റൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇങ്ങോട്ട് വന്ന് ഇത് ചേച്ചിയുടെ ഇളയ മോനാണ്. അവനെ കണ്ടൊരു സന്തോഷ പ്രകടനമാണ് കാണിച്ചത്. പിന്നെ ഒരു 1 മണിയൊക്കെ ആയപ്പോഴത്തേനും ഡെക്കറേഷൻകാർ വന്നു. അവർ ചടപടാന്ന് എന്തൊക്കെയോ ചെയ്ത് പെട്ടെന്ന് അവരുടെ ഡെക്കറേഷനൊക്കെ തീർന്നു കേട്ടോ. നമ്മുടെ ഫംഗ്ഷൻ 3 മണിക്കായിരുന്നു. അവർ 1 മണിയായപ്പോൾ വന്നു. 2:30 എങ്ങാണ്ടായപ്പോൾ കഴിഞ്ഞു കേട്ടോ. ഇവിടെ അടുത്തുള്ള ബേക്ക് ആൻഡ് കേക്കുകാർക്കായിരുന്നു നമ്മൾ കേക്കും കൊടുത്തതും ഡെക്കറേഷനും കൊടുത്തതും. എന്തായാലും അടിപൊളിയായിരുന്നു. സൂപ്പറായിട്ട് ഡെക്കറേഷനും ചെയ്തു, കേക്കും അടിപൊളിയായിരുന്നു കേട്ടോ. ഇതായിരുന്നു ഡെക്കറേഷൻ്റെ ഫൈനൽ ലുക്ക്. കേക്കും സൂപ്പറായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റുള്ള അടിപൊളി കേക്കായിരുന്നു. അങ്ങനെ എന്തായാലും 3 മണിയൊക്കെ ആയപ്പോഴത്തേന് നമ്മൾ പയ്യെ കേക്കൊക്കെ മുറിച്ചു. ആ സമയത്തും അവൾ ഫുൾ ഓണായിരുന്നു. അലമ്പോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അവൾ അലമ്പുണ്ടാക്കുമെന്ന്. എന്തായാലും ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. അവൾ നല്ല ഹാപ്പി ആയിട്ടിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടിനൊക്കെ തീർന്നിട്ട് നമ്മൾ രാത്രി തന്നെ ഗിഫ്റ്റ് പൊട്ടിക്കാൻ എല്ലാവരും തയ്യാറായിട്ടിരിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ ഗിഫ്റ്റൊക്കെ പൊട്ടിച്ച് അന്ന് കിടന്നുറങ്ങി കേട്ടോ. ഈ ഗിഫ്റ്റ് അൺബോക്സിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് കാണാമേ.